ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ 135-ാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. പാർലമെന്റിലെ അംബേദ്കർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസന കേന്ദ്രീകൃത പ്രവർത്തനങ്ങൾക്ക് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും വിഷു ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ. പ്രധാനമന്ത്രി, ഗവർണർ, മുഖ്യമന്ത്രി തുടങ്ങിയവർ വിഷു ആശംസകൾ നേർന്നു. പഞ്ചാബ് നാഷണൽ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ വജ്രവ്യാപാരി മെഹുൽ ചോക്സി ബെൽജിയത്തിൽ അറസ്റ്റിലായതായി റിപ്പോർട്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ 135-ാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. സാമൂഹ്യ പരിഷ്കർത്താവ്, സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, വിദ്യാഭ്യാസ വിദഗ്ധൻ, നിയമജ്ഞൻ എന്നിങ്ങനെ ബഹുമുഖ വ്യക്തിത്വത്തിനുടമയായിരുന്നു അംബേദ്കർ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമനീതി മന്ത്രിയായ അദ്ദേഹത്തിന് 1990-ൽ മരണാനന്തരം പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നൽകി രാഷ്ട്രം ആദരിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, മറ്റ് പാർലമെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ ഇന്ന് രാവിലെ പാർലമെന്റ് മന്ദിരത്തിലെ ബാബാ സാഹിബിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. സാമൂഹിക മാറ്റത്തിനും ശാക്തീകരണത്തിനുമുള്ള ഉപാധിയായാണ് അംബേദ്കർ വിദ്യാഭ്യാസത്തെ കണ്ടിരുന്നതെന്നും ഡോക്ടർ അംബേദ്കറുടെ ആദർശങ്ങൾ പിന്തുടരാനും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. ഡോക്ടർ അംബേദ്കറുടെ തത്വങ്ങളും ആദർശങ്ങളും വികസിത ഭാരതം സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമൂഹിക നീതി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് സമർപ്പണത്തോടെ പ്രയത്നിക്കാൻ അംബേദ്കറുടെ ആശയങ്ങൾ പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ ജനാധിപത്യം ശക്തിപ്പെടുത്താൻ ഡോക്ടർ അംബേദ്കർ നടത്തിയ പരിശ്രമങ്ങൾ ഭരണഘടനാ തത്വങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ നമ്മെ നയിക്കുമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഡോക്ടർ അംബേദ്കർ നഗർ കോട്ട ന്യൂഡൽഹി എക്സ്പ്രസ് ട്രെയിൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർള, മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്, കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. റെയിൽവേ പദ്ധതികൾക്കായി മധ്യപ്രദേശിന് 14,745 കോടി രൂപയും രാജസ്ഥാന് 9,960 കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ടെന്ന് ശ്രീ വൈഷ്ണവ് പറഞ്ഞു. അംബേദ്കർ ജയന്തി ദിനമായ ഇന്ന് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ബാബാ സാഹേബ് അനുസ്മരണം സംഘടിപ്പിച്ചു. ഡോക്ടർ ബി.ആർ. അംബേദ്കറിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസന കേന്ദ്രീകൃത പ്രവർത്തനങ്ങൾക്ക് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹരിയാനയിലെ ഹിസാർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനലിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഹിസാർ അയോധ്യ വിമാന സർവീസും ശ്രീ മോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. കൂടുതൽ വിമാന സർവീസുകൾ വരുന്നതോടെ ഈ മേഖലയിലെ തൊഴിലവസരങ്ങളും വർദ്ധിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. जितने नए जहाज आएंगे उतनी ही ज्यादा नौकरियां पायलट के रूप में हो, एयर होस्टेस के रूप में हो, ग्राउंड स्टाफ होता है, न जाने कितने काम होता है. ऐसी अनेक सेवाओं के लिए नौजवानों को रोजगार के अवसर मिलेंगे. इतना ही नहीं, हवाई जहाज के मेंटेनेंस से जुड़ा एक बड़ा सेक्टर भी अनगिनत रोजगार बनाएगा. ഹരിയാനയിലെ യമുന നഗറിലും പ്രധാനമന്ത്രി വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. കണികണ്ടും കൈനീട്ടം വാങ്ങിയും ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും വിഷു ആഘോഷിക്കുന്നു. കാർഷിക സമൃദ്ധിയുടെ നല്ല നാളുകളെ വരവേറ്റ് വാർഷിക വിളകൾക്കുള്ള തയ്യാറെടുപ്പും വിഷുക്കാലത്ത് നടക്കുന്നു. വിഷുപ്പുലരിയിൽ ഗുരുവായൂർ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തുടങ്ങി കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു. ശബരിമല സന്നിധാനത്തും വിഷുക്കണി കാണാനും വിഷു കൈനീട്ടം വാങ്ങാനും തീർത്ഥാടകരെത്തി. എല്ലാ മലയാളികൾക്കും വിഷു ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതുവർഷം ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകളും സമാധാനവും നിറയ്ക്കട്ടെയെന്നും പുതിയ തുടക്കങ്ങളും വിജയവും കൈവരിക്കട്ടെയെന്നും പ്രധാനമന്ത്രി ആശംസിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തുടങ്ങിയവരും വിഷു ആശംസകൾ നേർന്നു. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പ്രതിപക്ഷ നേതാവിനും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർക്കും ഗവർണർ വിഷു ഉപഹാരം നൽകി. വിഷു കൈനീട്ടവും കോടിയും മധുരവും അടങ്ങുന്ന ഉപഹാരമാണ് നൽകിയത്. തമിഴ്നാട്ടിൽ ഇന്ന് പുതുവത്സരാഘോഷം. ചിത്തിരൈ മാസത്തിന്റെ ആദ്യ ദിവസമാണ് തമിഴ് പുത്താണ്ട് ആഘോഷിക്കുന്നത്.
തമിഴ്നാട്ടിലെ വിവിധ ക്ഷേത്രങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. മലയാളികൾ വിഷു ആഘോഷിക്കുന്നതിനൊപ്പം തമിഴർ ഇന്ന് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി കുടുംബാംഗങ്ങളുമൊത്ത് പുത്താണ്ട് ആഘോഷിക്കുകയാണ്. അസം, ഒഡീഷ, മഹാരാഷ്ട്ര, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഇന്ന് വിഷുവിന് സമാനമായ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ ഫാർമസ്യൂട്ടിക്കൽസ് മെഡിക്കൽ ഉപകരണ മേഖലയ്ക്ക് ലഭിച്ചത് 11,888 കോടി രൂപയുടെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം. 2024 ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കണക്കാണിത്. ഇതിനു പുറമെ 2024-25 കാലയളവിൽ നിലവിലുള്ള പദ്ധതികൾക്കായി 7,246.4 കോടി രൂപയുടെ 13 FDI നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകുകയും ചെയ്തതോടെ ആകെ നിക്ഷേപം 19,134.4 കോടി രൂപയായി ഉയർന്നു. മയക്കുമരുന്ന് ശൃംഖലകളെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങൾ തുടരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിക്ക് സമീപം 1,800 കോടി രൂപ വിലമതിക്കുന്ന 300 കിലോഗ്രാം മയക്കുമരുന്ന് പിടിച്ചെടുത്തതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മയക്കുമരുന്ന് രഹിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നത് ലക്ഷ്യമിട്ടുള്ള നടപടിക്ക് നേതൃത്വം നൽകിയ ഗുജറാത്ത് പോലീസിനെയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനെയും ശ്രീ ഷാ അഭിനന്ദിച്ചു. പഞ്ചാബ് നാഷണൽ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ കുറ്റാരോപിതനായ വജ്ര വ്യാപാരി മെഹുൽ ചോക്സി ബെൽജിയത്തിൽ അറസ്റ്റിലായതായി റിപ്പോർട്ട്. CBIയുടെ അഭ്യർത്ഥന പ്രകാരമാണ് ശനിയാഴ്ച ചോക്സിയെ അറസ്റ്റ് ചെയ്തത്. 13,500 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനായ ചോക്സി 2018 ഇന്ത്യ വിട്ടത്. രാജ്യത്തെ പാവപ്പെട്ടവർക്ക് അർഹതപ്പെട്ട പണം തട്ടിയെടുത്ത എല്ലാവരെയും പിടികൂടുമെന്നും പണം വീണ്ടെടുക്കുമെന്നും കേന്ദ്ര സഹമന്ത്രി പങ്കജ് ചൌധരി പ്രതികരിച്ചു. देखिए, मोदी जी ने जो पहले ही कहा कि गरीबों का पैसा जिन जिन लोगों ने खाया है उसको वापस करना हो, और देश में सभी के खिलाफ कार्रवाई चल रहा है. मेहुल चोक्सी पकड़ा गया है, निश्चित तौर से बहुत बड़ी सफलता. വിരമിച്ച ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഓഫീസർ പാർത്ഥ ഘോഷ് അന്തരിച്ചു. മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്നു. കൊൽക്കത്ത ആകാശവാണി, ദൂരദർശൻ, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, CBC എന്നിവിടങ്ങളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സുമായി ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ പുരുഷ ക്രിക്കറ്റ് സമിതിയുടെ അധ്യക്ഷനായി ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റൻ സൌരവ് ഗാംഗുലിയെ വീണ്ടും തെരഞ്ഞെടുത്തു. 2000 മുതൽ 2005 വരെ ഇന്ത്യൻ ക്യാപ്റ്റനായിരുന്ന ഗാംഗുലിയെ 2021 സമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദ്യമായി തെരഞ്ഞെടുത്തത്. പാനൽ അംഗമായി VVS ലക്ഷ്മണയും വീണ്ടും തെരഞ്ഞെടുത്തു. സ്മാർട്ട് ഫോണുകൾ, അർദ്ധചാലകങ്ങൾ, കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ ഇറക്കുമതിക്ക് പ്രത്യേക തീരുവ ഏർപ്പെടുത്താനൊരുങ്ങി അമേരിക്ക. ഇലക്ട്രോണിക്സ്, അർദ്ധചാലകങ്ങൾ എന്നിവയുടെ ഇറക്കുമതിയെ പകരച്ചുങ്കത്തിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെയാണ് പുതിയ തീരുമാനം. അടുത്ത 2 മാസത്തിനകം തീരുവ ഈടാക്കുമെന്ന് US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലൂട്ട്നിക് ഇന്നലെ വ്യക്തമാക്കി. We need to have semiconductors, we need to have chips, and we need to have flat panels. We need to have these things made in America. We can't be reliant on Southeast Asia for all of the things that operate for us. So what he's doing is he's saying they're exempt from the reciprocal tariffs, but they're included in the semiconductor tariffs. സുഡാനിൽ എൽഫാഷർ നഗരത്തിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് നടത്തിയ ആക്രമണത്തിൽ 200-ലധികം പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. കൊല്ലപ്പെട്ടവരിൽ ക്യാമ്പിലെ ആശുപത്രിയിൽ സന്നദ്ധ സേവനം നടത്തിയിരുന്ന ആരോഗ്യ പ്രവർത്തകരുമുണ്ടെന്നാണ് റിപ്പോർട്ട്. ദ്വീപ് രാഷ്ട്രമായ ഫിജിയുടെ തെക്കൻ മേഖലയിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 6.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്ന് പുലർച്ചെയാണ് അനുഭവപ്പെട്ടത്. എന്നാൽ സുനാമി മുന്നറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ല. സ്വർണ്ണവിലയിൽ നേരിയ കുറവ്. പവന് 120 രൂപ കുറഞ്ഞ് 70,040 രൂപയാണ് ഇന്നത്തെ സ്വർണ്ണവില. കേരളത്തിൽ ഈ മാസം 17 വരെ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ കേരളത്തിൽ കാപ്പൽ മുതൽ പൂവാർ വരെയും കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മിസൈലുകൾ, ഫിക്സഡ് വിംഗ് പോർ വിമാനങ്ങൾ, ആളില്ലാ വിമാനങ്ങൾ എന്നിവയെ ലേസർ രശ്മികൾ ഉപയോഗിച്ച് നേരിടാനുള്ള സാങ്കേതികവിദ്യ വികസിപ്പിച്ച് ഇന്ത്യ. US, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾ മാത്രമാണ് മുൻപ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ 135ാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. പാർലമെന്റിലെ അംബേദ്കർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസന കേന്ദ്രീകൃത പ്രവർത്തനങ്ങൾക്ക് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും വിഷു ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ. പ്രധാനമന്ത്രി, ഗവർണർ, മുഖ്യമന്ത്രി തുടങ്ങിയവർ വിഷു ആശംസകൾ നേർന്നു. പഞ്ചാബ് നാഷണൽ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ വജ്ര വ്യാപാരി മെഹുൽ ചോക്സി ബെൽജിയത്തിൽ അറസ്റ്റിലായതായി റിപ്പോർട്ട്.
IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.